ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവരും ന്യൂ ഇയറൊക്കെ ആഘോഷിച്ച് സന്തോഷമായിട്ട് ഇരിക്കണമെന്ന് വിചാരിക്കുന്നു. ഇന്ന് എനിക്കിവിടെ സന്തോഷമാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ ഞങ്ങൾ മറൈൻ ഡ്രൈവിൽ ഫ്ലവർ ഷോ ഒക്കെ കാണാൻ പോയി. രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. അപ്പോൾ ഞാൻ ചെമ്മീനും മാങ്ങയും അല്പം ചെമ്മീൻ കിട്ടി. ഉണക്ക ചെമ്മീനാട്ടോ. ചെമ്മീനും മാങ്ങയും വെച്ച് നമുക്കൊരു കറി എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ. അപ്പോൾ ചെമ്മീൻ ഞാൻ പതുക്കെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. ചെമ്മീൻ ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് മാങ്ങ, നല്ല മാങ്ങ, ഒരു മാങ്ങയേ ഉള്ളൂ. മാങ്ങ ഇട്ട് 1.5 ടീസ്പൂൺ മുളക് പൊടി, മല്ലിപ്പൊടി 2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി ഒരു അല്പം മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. നല്ല പുളിയുള്ള മാങ്ങയാണ്. ആവശ്യത്തിന് വെള്ളം ചേർത്ത് നമുക്കിത് 5 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ. ആവശ്യത്തിന് വെള്ളം. ചെമ്മീനും മാങ്ങയും 2 പച്ചമുളകും കൂടി ഞാൻ അരിഞ്ഞിട്ടുണ്ട്. 2 പച്ചമുളക്. ഗ്യാസ് കത്തിക്കാം. അപ്പോൾ നമ്മുടെ മാങ്ങയും ചെമ്മീനും എന്തായി നമുക്ക് നോക്കാം. കണ്ടോ, മാങ്ങയും ചെമ്മീനും വന്നിട്ടുണ്ട്. ചെമ്മീൻ ഞാനിങ്ങനെ മിക്സിയിൽ ഇങ്ങനെ ഒന്ന് ക്രഷ് ചെയ്തിട്ട കാരണം അത് പെട്ടെന്ന് വേവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഇട്ടത്. അപ്പോൾ നമുക്കിനി തേങ്ങ അരച്ച് ചേർക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. അപ്പോൾ ഇനിയും എൻ്റെ വീഡിയോ എല്ലാവരും കാണണം. നമുക്ക് തിളച്ച് കഴിയുമ്പോൾ കടുക് പൊട്ടിക്കാം കേട്ടോ. ഒന്ന് തിളക്കട്ടെ. കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. കടുക് പാത്രം ചൂടാം. ചെമ്മീനും മാങ്ങയും വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ടേസ്റ്റാണെന്നറിയോ. വെക്കാത്തവർ ഇതൊക്കെ ഒന്ന് വെച്ച് നോക്കണം കേട്ടോ. എല്ലാവർക്കും തന്നെ ചെമ്മീനും മാങ്ങയും വെക്കാനൊക്കെ അറിയാം. ചില സ്ഥലത്തേക്ക് അങ്ങനെ വെക്കാറില്ല എന്ന് ഞാൻ കേട്ടു. പക്ഷെ ഉണക്ക ചെമ്മീനും മാങ്ങയും വെച്ചാൽ അതിൻ്റെ പുളി വേറെ ചേർക്കൊന്നും വേണ്ട. മാങ്ങയ്ക്ക് പുളിയുണ്ടല്ലോ. അപ്പോൾ എൻ്റെ കറി ഉണ്ടോ, എല്ലാം പാകത്തിനുണ്ട്. ഉപ്പ്, മുളക്, എരിവ് എല്ലാം. അപ്പോൾ ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ.